അങ്ങനെ 2021 ഫസ്റ്റ് ഞാൻ ഒരു ഷോറൂം സെറ്റപ്പിലേക്ക് ചെറിയ ഷെഡായിട്ട് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അതായത് എൻ്റെ മറ്റൊരു ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. എൻഡ്രീംസ് ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ള പേരിൽ ഞാനും അവിടെ ഇറങ്ങിയ 2-3 പേരും കൂടി ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഫസ്റ്റ് പ്രോഗ്രാം തന്നെ 8 നിലയിൽ പൊട്ടി. ഒരിക്കലും നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങാൻ പാടില്ല. ഈ റീൽസുകളൊക്കെ കാണാറുണ്ട് അനീസിന്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ കുറഞ്ഞ സമയം ചെലവഴിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബി ടോക്കിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവാണ്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് 2 സെലിബ്രിറ്റികളാണ്. ഓക്കെ, അനീസ് ട്രൂ ചോയ്സ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രീ ഓൺഡ് കാർസിന്റെ വിവിധ സവിശേഷതകൾ വിവരിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റീൽസുകൾ ഞാൻ പലപ്പോഴും ഈ റീൽസുകളൊക്കെ കാണാറുണ്ട് അനീസിന്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ കുറഞ്ഞ സമയം ചെലവഴിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ സാധാരണ അങ്ങനത്തെ കേസൊക്കെ നമ്മൾ ഫാസ്റ്റിൽ ഇടലാണ്. അനീസിനെ ഫാസ്റ്റിൽ ഇട്ടൊന്നും മനസ്സിലാവില്ല. എന്തായാലും അടിപൊളിയാണ്. അത് കുറെ കാര്യങ്ങൾ എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. എനിക്ക് സാധനം പറഞ്ഞു വരണമെങ്കിൽ ഒരുപാട് സമയമാണ്. ഞാൻ നോക്കിയിട്ട് 30 സെക്കൻഡിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അതാണ് നിങ്ങളൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ തലമുറയെ കറക്റ്റ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് സംസാരം. കാരണം അവരെ സംബന്ധിച്ച് 30 സെക്കൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, നഷ്ടപ്പെടുത്താറില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ അനീസിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് തൊമ്മനാണ് എന്നോട് പറയുന്നത്. തൊമ്മൻ ഞാൻ ഗുരുതുല്യനായിട്ട് കാണുന്നതാണ്. തൊമ്മൻ നമ്മളെ സുഹൃത്തായിട്ടാണ് പറയാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് തൊമ്മൻ. ഓക്കെ, അപ്പൊ തൊമ്മന്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്, താമസിക്കാറുണ്ട്. ഞാൻ ലീഡിലും പലതവണ വന്നിട്ടും താമസിക്കില്ല. അപ്പൊ ലീഡ് എന്നുള്ളൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പം തൊമ്മന് ട്രിബ്യൂട്ടായിട്ട് നിങ്ങൾ ഇനാഗുറേഷൻ തൊമ്മനെ വിളിച്ച കഥയൊക്കെ തൊമ്മൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും തൊമ്മന്റെ ശിഷ്യനാണ്. തീർച്ചയായിട്ടും. അപ്പം അവിടുന്നാണ് തുടക്കം. അവിടുന്ന് എനിക്ക് തോന്നുന്നുണ്ട് തൊമ്മൻ പറയുന്ന ഏതൊരു വീഡിയോയിൽ പറയണതുണ്ട്, അവിടെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പച്ചക്കറി വാങ്ങാൻ പോകുന്നതിന് തുടങ്ങിയ ആ ഒരു തോട്ടാണ് ഇന്ന് കാണുന്ന ആ ഒരു സക്സസിലേക്ക് എത്തിയതില്ലേ. ആ കഥ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. എന്തായാലും കുറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നറിയാം. അപ്പൊ ഒന്ന് പറയാം. ഓക്കെ, നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലീഡ് തന്നെയാണ്. ഈ പറഞ്ഞ തൊമ്മൻ തന്നെയാണ് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ്. തൊമ്മനെ സംബന്ധിച്ചിടത്തോളം തൊമ്മന് ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ട്. തൊമ്മന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ ബിസിനസ് ക്വാളിറ്റിയാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. പലർക്കും ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. തൊമ്മനെ പരിചയം ഉണ്ടല്ലോ? നല്ല ഉണ്ട്. അവിടെ പോറുണ്ടോ? പോയിട്ടുണ്ടോ? ഇല്ല, കോളേജിൽ പോയി വന്നിട്ടുണ്ട്. 1-2 വർഷം അങ്ങനെ നേരിട്ട് ഞാൻ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും ആ ക്ലാസ്സിലുള്ള ട്രെയിനിങ്ങിലൊക്കെ ഒന്ന് പങ്കെടുക്കണം. തീർച്ചയായിട്ടും. അതിന് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ പക്ക ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ തൊമ്മൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. നമ്മുടെ പേഴ്സണാലിറ്റി മുതൽ നമ്മൾ ഒരാളുടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മൾ കൊളീഗ്സിന് എങ്ങനെ കൂടെ നിർത്തണം. എന്റെ കുറെ ശിഷ്യന്മാർ എൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കത് വ്യത്യാസം അങ്ങനെ മനസ്സിലാവും. കാരണം അവരെ സംബന്ധിച്ച് എവിടെയും ഏത് സമയത്തും റെഡി സർ, ഞാൻ റെഡിയാണ്. രാത്രി 12 മണിക്ക് ഞങ്ങൾ റെഡിയാണ്. ഈഗോ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, 0 ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു 2 വർഷം കൊണ്ട് തൊമ്മന്റെ ഒരു മിനി പതിപ്പുകളായിട്ടാണ് കുട്ടികളോട് പുറത്തിറങ്ങുന്നത്. തീർച്ചയായിട്ടും. അതില് എല്ലാവരും ചിലപ്പോൾ അങ്ങനെ ഇറങ്ങിക്കോണമെന്നുണ്ടാവില്ല. അതിൽ ഇറങ്ങാൻ ഇതിന് നമ്മളവിടെ ഞാനവിടെ പഠിച്ച MBA ആണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ബിസിനസ്സാണ്. ഞാൻ ബിസിനസ്സിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളത് ഞാൻ തൊമ്മനെ കണ്ട് പഠിച്ചപ്പോന്നുണ്ടെങ്കിൽ ആ സെയിം കാര്യങ്ങൾ എനിക്ക് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കണം. തൊമ്മൻ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ അത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ തൊമ്മന്റെ പോസിറ്റീവ്നെസ് എന്താണോ ഞാനത് പോസിറ്റീവുകൾ മാത്രം എടുത്തു. ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സ് എന്റെ ഒപ്പം പഠിച്ച ആളുകൾ ചിലപ്പോൾ തൊമ്മന്റെ നെഗറ്റീവ് എടുത്തിട്ടുണ്ടാവും. അവൻ തൊമ്മന്റെ പോസിറ്റീവ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ എവിടെ എത്താതെ അതിൽ തന്നെ പറയുന്നത് അന്ന് എന്നെ കളിയാക്കിയ 2 ആൾക്കാരെ എന്റെ കൂടെ എന്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അതന്നെയാണ് അതിന്റെ സക്സസ് പോയിന്റ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ലൈഫ് ജേണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ട്രെയിനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തൊമ്മന്റെ ട്രെയിനിങ് പോയിന്റ് പരിപാടി തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഈ MBA സമയത്താണ് എന്റെ ആ ഒരു ട്രെയിനിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് നമ്മള് ഈ പറഞ്ഞ പോലെ ഞാൻ MBA ആണ് പഠിക്കാൻ പോയിട്ടില്ലെങ്കിൽ പോലും അവിടെ പക്ക ബിസിനസ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ അവിടെ പഠിച്ചത്. അതായത് 2 വർഷം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ അവിടെ തൊമ്മൻ എന്റെ അടുത്ത് ക്യാൻറ്റീൻ ഏൽപ്പിച്ചു. ക്യാൻറ്റീനിൽ 300 പേർക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യാനുള്ള ഡ്യൂട്ടി നിൽക്കണ്ടായിരുന്നു. അപ്പൊ അതിന്
രാവിലെ പറഞ്ഞ പോലെ 3 മണിക്ക് മാർക്കറ്റിൽ പോകണം, മീൻ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങാൻ പോകണം. കാരണം 300 ഭക്ഷണം റെഡി ആയിരിക്കണം, രാവിലെയും ഉച്ചക്കും രാത്രികളെ ഈവനിങ്ങിൽ സ്നാക്കും. അപ്പോൾ 5 ലേബേഴ്സ് അവിടെ ക്യാൻറ്റീൻ ഉണ്ടാവും. അപ്പൊ എന്റെ പഠനത്തിനേക്കാൾ അപ്പുറത്തേക്ക് എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ക്യാൻറ്റീൻ വൃത്തിയിൽ ഒരു ദിവസം ഒരു നേരം പോലും അവിടെ മീൻ ഇറച്ചി എന്നുള്ള സാധനം അവിടെ അത് ബാർഗൈൻ ചെയ്താണ് വാങ്ങുന്നത്. അത് ബാർഗൈൻ ചെയ്ത് നമുക്ക് എത്രത്തോളം പൈസ കുറച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ പൈസ കുറച്ച് ഈ രാവിലെ 3 മണിക്ക് പോകണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ലേലം വിളിക്കാനാ പോവുക. മീൻ ലേലം വിളിക്കാൻ രാവിലെ 5 മണിക്കാണ് മാർക്കറ്റിലും അവിടെ മേലാമൂരി മാർക്കറ്റ് പാലക്കാടിൽ മീൻ ഇറങ്ങുക. അപ്പൊ അവിടെ പോയി നമ്മൾ ലേലം വിളിച്ചെടുത്ത് വേണം ഇത് എത്തിക്കാൻ. കാരണം ലേലം വിളിക്കാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1000 കൂട്ടിയിട്ട് നമ്മൾ ചെയ്യണം, പുറത്തെടുക്കേണ്ടി വരും. അതേപോലെ തന്നെ പച്ചക്കറി ആയിക്കോട്ടെ, ഏത് ഐറ്റംസ് ആയിക്കോട്ടെ, എത്രത്തോളം പൈസ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാന്നുള്ളത് നമ്മളവിടെ പഠിക്കുകയാണ്. ഇപ്പൊ തൊമ്മന്റെ ഒരു ക്യാൻറ്റീൻ ഞാൻ നടത്തുമ്പോൾ എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും അവിടെ. അതിപ്പോ ബാക്കിയുള്ളവർ ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർ ഇവൻ എന്താ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് പഠിക്കാൻ വന്നിട്ട് ഇവൻ അവിടെ ക്യാൻറ്റീൻ നടത്തുക, ഇവൻ എന്താ ഭ്രാന്താന്ന് പറയുക. പക്ഷെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ എങ്ങനെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഡീലർ അടുത്ത് പോയിട്ട് എങ്ങനെ ബാർഗൈൻ ചെയ്ത് സാധനം വാങ്ങിക്കാം, അവിടെയാണ് ഞാൻ പഠിച്ചത്. അതായിരുന്നു എന്റെ ലൈഫിൽ എന്റെ ജേണി കുതിച്ചുയർത്താൻ എന്നെ സഹായിച്ചത്. കാരണം ഞാൻ അവിടുന്ന് MBA കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ വെറും സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിത്ത് എക്സ്പീരിയൻസോടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് എന്റെ അടുത്ത കരിയർ എന്ന് പറഞ്ഞ സാധനത്തിൽ എനിക്ക് ഈ സെയിം സാധനം അപ്ലൈ ചെയ്യാൻ പറ്റി. തിയററ്റിക്കൽ ലേണിംഗും എക്സ്പീരിയൻസ് ലേണിംഗും തമ്മിലുള്ള വ്യത്യാസമാണ് അനീസിന്റെ സംസാരത്തിൽ നമുക്ക് കിട്ടിയത്. ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ MBA കഴിഞ്ഞ് 2015 ഞാൻ MBA പാസ് ഔട്ട് ആവുന്നത്. പാസ് ഔട്ട് ആയി നമുക്ക് ബിസിനസ്സാണ് നമ്മുടെ മെയിൻ എയിം. പക്ഷെ നമുക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഇല്ല. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു എന്റെ ഫസ്റ്റ് ആദ്യത്തെ ബിസിനസ് ഇവന്റ് മാനേജ്മെന്റ്. എൻഡ്രീംസ് ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ള പേരിൽ ഞാനും അവിടുന്ന് ഇറങ്ങിയ 2-3 പേരും കൂടി ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഫസ്റ്റ് പ്രോഗ്രാം തന്നെ 8 നിലയിൽ പൊട്ടി. ഏകദേശം ഒരു 75-80 ലക്ഷം രൂപ നഷ്ടം. രണ്ടാമത് കിട്ടിയ ഏറ്റവും വലിയ പാഠം. അതെ, രണ്ടാമത് കിട്ടിയ ഏറ്റവും വലിയ പാഠം. അതിന് പാഠം പഠിച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങാൻ പാടില്ല. അപ്പൊ ഞാൻ ലീഡിന്ന് പാലക്കാട് നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ പാലക്കാട് ഒരു ഹോട്ടൽ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാലക്കാട് മേലാമുറി മാർക്കറ്റും പാലക്കാട് ഏരിയ മൊത്തം എന്റെ കയ്യിലാണ്. ഞാൻ ഒറ്റ ഫോൺ കോൾ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. എന്റെ എല്ലാ കാര്യങ്ങളും അവിടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു. അതിലെനിക്ക് ഞാൻ എക്സ്പീരിയൻസർ ആയിരുന്നു. ഇവന്റ് മാനേജർ എനിക്ക് ഒട്ടും എക്സ്പീരിയൻസർ അല്ല. ഞാൻ ആ ഫീൽഡിലേക്ക് വന്നു, അത് പൊട്ടി. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക്, അതായത് നമുക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് മാത്രമേ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ അത് സ്റ്റാർട്ടിംഗ് എന്നുള്ള ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ ഫ്ലോപ്പ് ആയി. അത് ഫസ്റ്റ് ലെസണാണ്. അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും കൂടി വേണം, ഇത്ര പോരാ. അങ്ങനെ ഞാൻ മഹേന്ദ്ര ഫിനാൻസ് എന്നുള്ള മലപ്പുറത്തുള്ള ഫിനാൻസ് ജോയിൻ ചെയ്തു. 2016 ഫസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു. അൾട്ടിമേറ്റ് ടൈം നമുക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള ഫണ്ട് വേണം, അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്നുള്ള തോട്ട് വന്നു. അങ്ങനെ 2016 മുതൽ 4 വർഷത്തേക്ക് അവിടെ സെയിൽസിൽ നിന്നു. സെയിൽസ് മാനേജറായി. 2019 പ്രൊമോട്ട് ചെയ്തു. 2020 ഞാൻ എൻ്റെ ഫസ്റ്റ് വാഹനം അവിടെ വന്നൊരു കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതായത് ഒരു കസ്റ്റമർ അവിടെ ലോണുള്ളൊരു വാഹനം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ചെറിയ എമൗണ്ട് വില നിശ്ചയിച്ചിട്ട് ആ വാഹനം ഞാൻ പുള്ളിന്റെ അടുത്ത് പർച്ചേസ് ചെയ്തു. വേങ്ങരക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. ഒരു ഇയോൺ വാഹനം ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു എന്റെ മറ്റൊരു ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അപ്പോ യൂസർ വാഹനം ഉപയോഗിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്താണോ വിൽക്കാൻ വേണ്ടിയിട്ട്? അല്ല, വിൽക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. കാരണം എന്റെ അടുത്ത് ഓൾറെഡി പേഴ്സണലി ഉപയോഗിക്കുന്ന വാഹനം ഉണ്ടായിരുന്നു. പക്ഷെ വിൽക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു വാഹനം ഞാൻ പർച്ചേസ് ചെയ്തത്. അത് വിത്തിൻ 2 days കൊണ്ട് തന്നെ ഞാനത് മറിച്ച് സെയിലും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് വാഹനം ഈ വാഹന ഫീൽഡിലേക്ക് 2000 മാക്സിമം പോയ ഒരു 7000 രൂപ റേഞ്ചിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അതെച്ചാൽ ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പേടിയോടെ എടുക്കുന്നത്. കാരണം രണ്ടാമതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇത് സെയിലായി പോകുമോ, നഷ്ടം വരുമോ, എത്രയും പെട്ടെന്ന് വിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വിത്തിൻ അത് കൊണ്ടുവന്ന് 2ാമത്തെ ദിവസം തന്നെ ഒരു പാർട്ടിന് വന്നു. ചെറിയൊരു മാർജിന് കിട്ടി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അങ്ങനെ അതൊരു 7000 രൂപ കിട്ടിയപ്പോൾ എന്തായി, നമുക്കൊരു കോൺഫിഡൻസ് ആയി അടുത്തതൊന്നും കൂടി നമുക്ക് എടുക്കാന്നുള്ളത്. അങ്ങനെ ആ 1 കഴിഞ്ഞ് 2 ആയി, 3 ആയി, 4 ആയി. ഒരു ഫ്രീലാൻസർ ആയിട്ട് അങ്ങനെ 2020 ലാസ്റ്റോട് കൂടി കൊറോണയുടെ സമയത്തൊക്കെ ആയപ്പോഴേക്കന്നെ നമുക്ക് കുഴപ്പമില്ലാതെ ഒരു മാർക്കറ്റിൽ നമുക്ക് അത് സെയിൽ നടത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടി. അതിന് ഞാൻ മഹേന്ദ്ര എന്ത് ചെയ്തു, തൽക്കാലം അവിടെ
അവസാനിപ്പിച്ചു. കാരണം ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ 2 തോണിലും കാലിടല് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കമ്പനിക്ക് അത് ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും, രണ്ടിലും ഒരേ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്റെ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലി എന്നുള്ളത് എനിക്കൊരു തടസ്സമാണെന്നുള്ള ഫീൽ വന്നപ്പോൾ ഞാൻ ഒരു ജോലി അവിടെ അവസാനിപ്പിച്ചു. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു സെറ്റപ്പിൽ ഒരു 15-20 വാഹനങ്ങൾ നിർത്താൻ പറ്റിയ ഒരു ഷെഡ് വീടിന്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്തു. അങ്ങനെ 2021 ഫസ്റ്റ് ഞാൻ ഒരു ഷോറൂം സെറ്റപ്പിലേക്ക് ഒരു ചെറിയ ഷെഡായിട്ട് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഓരോ മാസവും കഷ്ടപ്പാടന്നെ. അതായത് ഈ സാധനം റെയിൽമ കയറ്റണം, ട്രാക്ക് ആക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം തന്നെ. അത് രാവും പകലും ഒരേപോലെ കേരളം മുഴുവൻ ഓടി വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, സെയിലാക്കുന്നു, മാർക്കറ്റിങ്ങിന്. അതും നമ്മുടെ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൾഗ്രാമത്തില് സാറ് കണ്ടിട്ടുണ്ടാവില്ല. കാരണം കേരളത്തില് അങ്ങനെ ഷോറൂം ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. അത്രയും വലിയ ഷോറൂം, അത്രയും ഉൾഗ്രാമത്തിൽ ഒരു യൂസർ കാർ ഷോറൂം ഞാൻ ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടില്ല. അത്രയും റയർ ആയിട്ടുള്ള ഏരിയയിൽ, ആള് മനുഷ്യരും ഇല്ലാത്തൊരു ഏരിയയില്, അതായത് പക്ക ഉൾഗ്രാമത്തിൽ കൊണ്ടുപോയിട്ടാണ് അത്രയും വലിയൊരു ഷെഡിൽ ഇപ്പൊ നമ്മള് പണി കഴിച്ചിട്ടുള്ളത്. അതായത് നമുക്കുള്ള കോൺഫിഡൻസ് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുക. അപ്പോ കേരളത്തിലെ പത്തായത്തില് നെല്ലുണ്ടെങ്കിൽ എലി ഡൽഹിയിൽ നിന്ന് വരുന്ന പറഞ്ഞാൽ കസ്റ്റമർ നമ്മളെ തേടി നമ്മളെ സ്ഥലത്തെത്തും. വളരെ വിശ്വാസം. പിന്നെ കൊടുക്കുന്ന സാധനം, നമ്മൾ ഒരു സാധനം പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കി, നമ്മളൊരു പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളെ കൊണ്ട് കസ്റ്റമർ എന്താൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് യൂസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന് എന്തായാലും നമ്മൾ എത്ര പെർഫെക്റ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ ക്വാളിറ്റി പ്രശ്നങ്ങൾ എന്തായാലും സംഭവിക്കും. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പലതും ചിലപ്പോൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാലും കൊണ്ടയാൾ എന്താൻ പാടില്ല, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളൊരു ഫസ്റ്റ് അജണ്ട. അതിൽ തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അജണ്ടയും ആ ഒരു ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഗ്രോത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്.